ഇന്നലെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ കസിൻ, ഓക്കെ, അവളുടെ പേഴ്സണലായിട്ട് അറിയാവുന്ന കസിനാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. അപ്പം ഞാൻ ആ കുട്ടിയോട് സംസാരിക്കും, നീ ഇപ്പം തന്നെ സംസാരിക്കണം, അവൾ ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഓക്കെ ഞാൻ സംസാരിച്ചേക്കാന്ന് കരുതി ഞാൻ കുട്ടിയോട് കോൾ ചെയ്ത സമയത്ത് ഒരൊറ്റ കരച്ചിലാണ്. എന്തിനാ ഏതെന്ന് ആ കുട്ടി കരയാൻ കണ്ടിട്ട് ലിറ്ററലി എൻ്റെ കണ്ണും കൂടെ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കരച്ചിലായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇഷ്ടം. ഒട്ടുമിക്ക കോൾസും എനിക്ക് വരുന്നത് അങ്ങനെയാണ്, കരഞ്ഞുകൊണ്ടൊക്കെ തന്നെ. നല്ല നിലക്ക് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമായിരുന്നു. നല്ല നിലക്ക് ഭർത്താവും ഭാര്യയും 2 കുട്ടികളും ഉള്ള സമാധാന അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു. 10ാം ക്ലാസ്സിലെ റീയൂണിയൻ കഴിഞ്ഞു. അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, അതായത് ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. ഇവർ പോയി റീയൂണിയൻ കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് ഇവളുടെ, അതായത് 10ാം ക്ലാസ്സിൽ ഇവളോട് ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു. ആ ഒരു പയ്യൻ ഇവളായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇവളുടെ കാലങ്ങൾക്ക് ശേഷമാണ് പറയുന്നത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അന്ന് എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ശേഷം ഇവർ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി കൊടുത്തു, അവൻ അവൻ്റെ വൈഫിനെ ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. 2 ഫാമിലിയും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല നിലക്കന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റെഗുലർ ബേസിലുള്ള കോൾസും മെസ്സേജസും, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് അയക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയക്കും. തുടക്കത്തിലെല്ലാം ഫ്രണ്ട്ഷിപ്പ് തന്നെ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഈ വ്യക്തിയുടെ പേര് ആയിഷ ബഷീർ എന്നാണ്. ഈ ഒരു ആയിഷ ബഷീർ എന്ന് പറയുന്ന കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് വന്ന ഒരു ക്ലയൻറ്റാണ്. ആ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യങ്ങൾ എന്താണ്, ആ ക്ലയൻറ്റിന് പറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആദ്യം കണ്ട ഒരു ഫുൾ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. സോ അതിനുശേഷം എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ സംസാരമൊക്കെ തുടങ്ങി. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കാണുന്ന സമയത്തുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആ ഒരു കണ്ട ദിവസം തന്നെ ആ വ്യക്തി ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ എന്തെങ്കിലും കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അത് ഭയങ്കരമായിട്ട് പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തില്ല. അതിനുശേഷം അവൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു ഇങ്ങനത്തെ ഒന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇടയ്ക്കൊക്കെ വീഡിയോ കോളൊക്കെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടമായപ്പോഴത്തേനും ഇവൻ ഭയങ്കരമായിട്ട് ഇവളെ ഭീഷണിപ്പെടുത്താനും അങ്ങനെയൊക്കെ കാര്യങ്ങൾ തുടങ്ങി. ആ സമയത്താണ് ഇവരെ ഒരു കൗൺസിലിങ്ങിനൊക്കെ വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഹസ്ബൻഡ് അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും ഇതിനകത്ത് ഇവർ സംസാരിക്കുന്ന സമയത്ത് ഇവർ മെയിനായിട്ട് സംസാരിച്ച ആ ഒരു പെൺകുട്ടി നല്ല ഒരു വ്യക്തിയാണെന്നും ആ ഒരു അപ്പുറത്ത് ഓപ്പോസിറ്റ് നിന്ന് ആണായിട്ടുള്ളവൻ ഭയങ്കരമായിട്ടുള്ള മോശക്കാരനാണെന്നും പറഞ്ഞു. അപ്പോൾ അവൻ മോശക്കാരനല്ല എന്നല്ല ഞാൻ പറയുന്നത്, അവൻ മോശക്കാരനാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ പെൺകുട്ടി കാണിച്ചത് തെറ്റായിട്ടുള്ളൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. വിശ്വസിച്ച് ഒരാളെ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ക്രൂരതയാണ്. എന്നിട്ട് ആ ഒരു ആണിനെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല. കാരണം ഇവളും അതേ കണക്ക് ചെയ്തിട്ടുണ്ട്, 2 പേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേന് പറയുന്ന ഇവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ സംഭവിച്ചു പോയതാണെന്ന് പറയും. സംഭവിച്ചു പോകുന്ന ഇങ്ങനെ കാണാൻ പോകുന്നു, ഭർത്താവിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കൂട്ടുകാരനെ കാണാൻ പോകുന്നു മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. വീഡിയോ കോളും ചാറ്റിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ചീറ്റിംഗ് അല്ലേ? അപ്പോൾ ഒരാളെ മാത്രമേ ന്യായീകരിക്കാൻ എനിക്ക് തോന്നുന്നത് പറ്റുന്നില്ല. 2 പേരും ചെയ്ത് തെറ്റ് തന്നെയാണ്, അതിലൊരു ഡൗട്ടുമില്ല. സോ ഇതുപോലെ കുറേ പേരുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ജീവിക്കുമ്പോഴത്തേന് ഈ റീയൂണിയൻ അങ്ങനെയൊക്കെ ആയിട്ട് പല കാമുകന്മാരെ കാണും, അവരായിട്ട് സംസാരിക്കും, പിന്നെ അതൊരു അവിഹിതത്തിലേക്ക് പോകും. സ്വന്തം ഭർത്താവിനെയും ഭാര്യയൊക്കെ മറന്നിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. എന്താണ് ഇതിനൊക്കെ പറയുന്നത്? കഴപ്പെന്നല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പം 96 സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ നല്ല രീതിയിൽ തീർന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥത്തിൽ വേറെ രീതിയിലൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾ തന്നെ സൂക്ഷിക്കും. നല്ല രീതിയിൽ പോകുന്ന ഫാമിലി എന്തിനാണ് ആവശ്യമില്ലാതെ തകർക്കുന്നത്? കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വിടുക, അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്.